ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സ്വാദേറിയ സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതൊരു ചിക്കൻ ബിരിയാണിയാണ്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മിൻറ്റ് മസാല ഉണ്ടാക്കി വയ്ക്കാം. ഇതിനായിട്ട് 2 പച്ചമുളകും കുറച്ച് പുതിനയും തണ്ടുൾപ്പെടെയുള്ള മല്ലിയിലയും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ബിരിയാണിയിൽ ഞാൻ വളരെ കുറച്ച് മസാലയാണ് യൂസ് ചെയ്യുന്നത്. 2 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് കഴിക്കുന്നവരാണെങ്കിൽ 6 or 8 പച്ചമുളക് ചേർക്കാം. ഇത് 750 ഗ്രാം ചിക്കനാണ്. ഇതിൽ 1/2 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചതച്ചെടുത്ത പുതിനയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിനി നല്ലതുപോലെ ഈ ചിക്കനിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം രാത്രി തന്നെ ഇതുപോലെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രാവിലെ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ബിരിയാണിക്ക് ഏറ്റവും അത്യാവശ്യമായത് നല്ല ഫ്രൈഡ് ഒണിയൻ തന്നെയാണ്. ഈ 750 ഗ്രാം ചിക്കന് വേണ്ടി 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 സവാള ഫ്രൈ ചെയ്യാനും 3 എണ്ണം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആ കറിയിൽ ചേർക്കാനും വേണ്ടിയാണ്. പാൻ ചൂടാക്കി ഒണിയൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ അല്ലികളും സെപ്പറേറ്റ് ആയിട്ട് ഇളക്കിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. തീ ഒരല്പം കുറച്ചിട്ട് നമുക്ക് മറ്റ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാവുന്നതാണ്. ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2.5 കപ്പ് റൈസ് ഉണ്ട്. നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. 20 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് ജീരകശാല റൈസ് ആണല്ലോ, ചെറിയ റൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോങ് റൈസ്, ലോങ് ബാസ്മതി റൈസ് ഏതാണ് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സവാളയൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഒരു ചെറിയ കളർ മാറുമ്പോഴേക്കും കോരി മാറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ കുറച്ച് വോൾ മസാല ഇടാം. 2 ബേ ലീഫ് ഇടാം. ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. യൂസ് ചെയ്ത മസാലകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മസാല ഒന്ന് ചൂടാകുമ്പോഴേക്കും ഈ അരിഞ്ഞ സവാള ഇടാം. സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ പെപ്പറും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പലതരത്തിൽ തയ്യാറാക്കിയ ബിരിയാണിയുടെ വീഡിയോസ് ഈ ചാനലിൽ തന്നെ മുമ്പ് കൊടുത്തിട്ടുണ്ട്. സവാള ഇപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാരിനേറ്റഡ് ചിക്കനാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ 8-10 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇതിലോട്ട് ചേർക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്തത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിലിനി ഈ കുതിർത്ത അരി ചേർക്കാം. ഒട്ടും തന്നെ ഇതിൽ വെള്ളമില്ല, നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയും ചിക്കനും കൂടി 2-3 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ജീരകശാല റൈസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോവുകയില്ല. മറ്റ് ബാസ്മതി ലോങ് റൈസ് ആണെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. സാധാരണ നോർത്ത് ഇന്ത്യക്കാരാണ് അത്തരം ലോങ് റൈസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ചെയ്യും, എങ്കിലും കൂടുതലായിട്ട് അവരാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 2.5 കപ്പ് അരിക്കും ഈ 750 ഗ്രാം ചിക്കനും വേണ്ടി 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് ഒഴിച്ചത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുന്നുണ്ട്. കൂടെ നല്ലൊരു മണത്തിനും രുചിക്കും വേണ്ടി 3 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാവുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റിനുണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ തിളയ്ക്കുന്നത് വരെ വയ്ക്കാം. ഒന്ന് അടച്ചു വച്ചാൽ മാത്രമേ പെട്ടെന്ന് തിളയ്ക്കുകയുള്ളൂ. ആ സമയം കൊണ്ട് പെട്ടെന്നൊരു സലാഡ് റെഡിയാക്കാം. കുക്കുംബറും ക്യാരറ്റും ഓണിയനും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, അല്പം പെപ്പർ പൗഡർ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സലാഡ് റെഡി. ബിരിയാണിക്കുള്ള സലാഡ് ഇതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സലാഡാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബിരിയാണി നോക്കിക്ക്, ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഒണിയൻ ഉണ്ടല്ലോ, അത് ആവശ്യാനുസരണം തൂക്കി കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് സാഫ്രൺ മിൽക്ക് അല്ലെങ്കിൽ കുങ്കുമപ്പൂവ്. ചെറുതായി ചൂടാക്കിയ പാലിൽ കുറച്ച് കുങ്കുമപ്പൂവിട്ട് കുറച്ച് സമയം വച്ചിരുന്നാൽ അതിൽ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാകും. ഇത് ഈ ബിരിയാണിയിലോട്ട് മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുകയാണ്. ഇനി നല്ല ചൂടായ തവയുടെ പുറത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ഇതിലുള്ള വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ്. ഇപ്പോൾ 10 മിനിറ്റായി. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബിരിയാണിയുടെ നല്ലൊരു മണമുണ്ട്. വീട് മുഴുവനും നല്ലൊരു മണമാണ്. നോക്കിക്കേ, നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ റൈസിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ചിക്കൻ ഈ റൈസിൻ്റെ കൂടെ തന്നെ വെന്തതല്ലേ, അപ്പോൾ ഈ മസാലയുടെയും ചിക്കൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ഫ്ലേവർ ഈ റൈസിലുണ്ട്. ഇതിൽ നിന്ന് ഈ ബേ ലീവ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു മാറ്റാം. ഇനി ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വിളമ്പാവുന്നതാണ്. കൂടെ 2 പപ്പടവും മാങ്ങയുടെയോ നാരങ്ങയുടെയോ അച്ചാറ് കൂടി ഉണ്ടെങ്കിൽ കെങ്കേമം തന്നെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ബിരിയാണി വളരെ ഇഷ്ടമായിരിക്കും. വളരെ കുറച്ച് സ്പൈസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് വയറ് നിറയെ കഴിച്ചാലും വയറ്റിന് ഒരു അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഈ നോമ്പ് കാലമൊക്കെ മാറി ഇനിയിപ്പോൾ ഈദ് വരാൻ പോവുകയല്ലേ. ഈ ഒരു ബിരിയാണി നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കേ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതൊരു ഹെൽത്തി ബിരിയാണിയാണെന്ന് തന്നെ പറയാം. ഓയിൽ സ്പൈസസും ഒക്കെ വളരെ കുറവല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്പെഷ്യൽ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്ന ശ്രീകുട്ടിക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.